ഹായ്, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ഐറ്റമായ നരകത്തിലെ കോഴി. നമുക്കതിന് വേണ്ടത് ആദ്യമായിട്ട് ഒരു ഫുൾ ചിക്കൻ. ഞങ്ങൾ നല്ല വൃത്തിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഫുൾ ചിക്കനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഈ ഫുൾ ചിക്കൻ നമുക്ക് നല്ലോണം വരയിട്ട് കൊടുക്കണം, എന്നാലും ഇതിലേക്ക് നല്ല രീതിയിൽ മസാല ഇറങ്ങും. അപ്പം നമുക്ക് നല്ല രീതിയിലൊന്ന് വരയിട്ട് കൊടുക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ള ചേരുവകളാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് 2 ടീസ്പൂണ് നല്ല കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ ഇഞ്ചി അരച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത്, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഈ മസാല എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് 2 കട്ട് ചെയ്ത് അതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം നല്ല പോലെ പിഴിഞ്ഞ് ഈ മസാലയ്ക്ക് ചേർക്കുക. ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം കുഴച്ച് വെച്ച മസാലയ്ക്ക് നമുക്ക് കുറച്ച് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. റെഡിയാക്കി വെച്ച മസാല ഇനി നമുക്ക് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. അതുപോലെ തന്നെ ഉള്ളിലും നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കുക. ഏകദേശം നല്ല രീതിയിൽ മസാല നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് സെറ്റാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 15-20 മിനിറ്റ് ഒന്ന് സെറ്റാകാൻ വേണ്ടി എടുക്കും. കുറച്ച് സലാഡ് ആവശ്യമുണ്ട്, അതിൻ്റെ ഉള്ളിലേക്കും ആവശ്യമുണ്ട്, കുറച്ച് ഡെക്കറേഷൻ ആവശ്യമുണ്ട്. അത് നമുക്ക് നല്ല വൃത്തിയിലൊന്ന് കഴുകിയെടുക്കാം. മസാല തേച്ച് വെച്ച ചിക്കനിലേക്ക് കുറച്ച് ഐറ്റം ആഡ് ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് കുറച്ച് മാങ്ങൻ്റെ പീസാണ് നമ്മൾ ചെത്തി വെച്ചത്. എന്താ വെച്ചാൽ നല്ലൊരു പുളിപ്പ് കിട്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് റെഡിയായി വരുമ്പോൾ. കുറച്ച് ക്യാരറ്റ്, കുറച്ച് ക്യാപ്സിക്കം, 2 പച്ചമുളക്, കരിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് കക്കിരി. ഏകദേശം നല്ലോണം വെന്ത് കഴിയുമ്പോൾ നല്ലൊരു സലാഡായി വരും. അതിന് വേണ്ടി നമ്മളിത് ചെയ്യുന്നത്. അതിൽ ഒരു ഫുൾ ചെറുനാരങ്ങ 2 സൈഡ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 തക്കാളി. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ സാധനവും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നരകത്തിലെ കോഴിയാക്കി മാറ്റണം. അതിന് വേണ്ടി നമ്മൾ കുറച്ച് ചളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് ചെയ്യണം. അതിൽ കൂടെ തന്നെ ഒരു വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ട്, ഒരു അലൂമിനിയം ഫോയിലിൽ പൊതിഞ്ഞിട്ട്, അതിന് ശേഷമാണ് നമ്മൾ മണ്ണ് കൊണ്ട് ഒരു ആവരണം ഉണ്ടാക്കുന്നത്. നമുക്ക് ആദ്യം ആ മണ്ണൊന്ന് കുഴച്ച് വെക്കാം, അപ്പോഴേക്കും ഇതൊന്ന് സെറ്റാവട്ടെ.
നമ്മൾ കുറച്ച് ചളി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല വൈകിട്ട് ചളിയാണ് എടുത്തുകൊണ്ടുവന്നത്. അതാണ് നമ്മൾ തേച്ച് പിടിപ്പിക്കാൻ സിമ്പിൾ സുഖം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അതിനോട് കുഴച്ച് റെഡിയാക്കണം. റെഡിയാക്കി വെച്ച ചിക്കൻ എടുത്തിട്ട് 2 വായില വാട്ടിയിട്ട് ആണ് നമ്മളിത് കവർ ചെയ്യാൻ പോകുന്നത്. അലൂമിനിയം ഫോയിൽ നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചളി നല്ല പോലെ തേച്ച് പിടിപ്പിച്ചിട്ടാണ് നമുക്ക് നമ്മളെ തീയിലേക്ക് വെക്കേണ്ടത്. നമ്മൾ റെഡിയാക്കിയ ചിക്കന് നല്ല വിറക് ചിരട്ട അതിൻ്റെ മുകളിലാണ് നമ്മൾ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇനി നല്ല രീതിയിൽ അത് തീ കൊടുത്തിട്ട് കത്തിക്കണം. ഇപ്പോൾ ചെറുങ്ങനെ തീ കത്തിക്ക് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം പാകമായിട്ടുണ്ടാവും. നമ്മളൊന്ന് നല്ല ചൂടുണ്ട്, ചോറാക്കിയിട്ട് നോക്കാം. 1.25 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ വേവിച്ചിട്ടുണ്ട്. നല്ല ചൂടാണ്. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റ് നമ്മൾ വേവിച്ചിട്ടുണ്ട്. രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു രക്ഷയില്ല. എന്നാ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, അവനൊന്ന് കൊടുത്തു നോക്കാം. അവനങ്ങനെ കഴിച്ചോട്ടെ. എൻ്റെ അടിപൊളിയാക്കാം. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പൊറാട്ടയും മറ്റു സാധനങ്ങളൊന്നും കിട്ടിയില്ല. എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്താൽ വളരെയധികം. ഇതിനൊന്നും വേറെ ആവശ്യമില്ല, ഇത് തന്നെ എങ്ങനെ മതി. അടിപൊളി. മാങ്ങൻ്റെ ഒക്കെ ഉള്ളിൽ നമ്മൾ ചേർത്ത മാങ്ങൻ്റെ ഒക്കെ പുളിപ്പ് ഒരു രക്ഷയില്ല. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്.